ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. പക്ഷേ ആൾക്ക് ഹസ്ബൻഡിൽ നിന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാലും മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി, പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ തേങ്ങാ ചമ്മന്തിയും ദോശയും പിന്നെ ഒരു ബുൾസയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾക്ക് പോകേണ്ടത്. അപ്പോൾ പിന്നെ ലഞ്ചും കൊണ്ടുപോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കി. എഗ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അതുപോലെ തന്നെ ഇഷ്ടമാണ്. അതിനുശേഷം ആൾ ജോലിക്ക് പോയി. പിന്നെ ഞാൻ കുറച്ച് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്, മാംഗോ കസ്റ്റർഡ് പുഡിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നാട്ടിലൊക്കെ മാംഗോ സീസൺ കഴിയാറായി എന്ന് തോന്നുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 3 സ്പൂണ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 4 ടേബിൾ സ്പൂണോളം മിൽക്കിലേക്ക് ഒരു 1.25 സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. തരി വരാത്ത രീതിയിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു കസ്റ്റേർഡിലേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കുക്കിംഗ് പ്രോസസ്സ് വളരെ പെട്ടെന്നാണ്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് കൂളാവാൻ എടുക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാല് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഒരു കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് തിക്കാവും. ഇത് ഒരുവിധം ഒന്ന് തിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഇത് കൂളാവാനായിട്ട് വെക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇത് തിക്കാവും. എന്നിട്ട് ഫുള്ളി ഇതിൻ്റെ ഒരു ചൂട് മാറിയതിന് ശേഷം, കൂളായതിന് ശേഷം നമ്മളിതിലേക്ക് മാംഗോ പ്യൂരിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കറക്റ്റിന് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാനിതിലേക്ക് 1 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും നല്ലൊരു മധുരം നന്നായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കുറച്ചിട്ട് കുറേ കൂടെ ക്വാണ്ടിറ്റിയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു മിനിമം ഒരു 3 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. സൂപ്പർബായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു മാംഗോ ഡെസേർട്ടാണിത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, പെട്ടെന്ന് റെഡിയാക്കാം. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മാംഗോസ് കട്ട് ചെയ്തതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ മാംഗോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹണിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൂടി ടോപ്പിംഗ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ നട്ട്സ് വേണമെങ്കിൽ ഇടാം. ഞാൻ ലാസ്റ്റ് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ പുഡിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് അത് കൂളാക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു നമ്മളുടെ എന്താ പറയുക, എൻ്റെ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. കുറച്ച് പൊടിയൊക്കെ ആയിട്ട് ആകെ കുറച്ചൊന്ന് ഇതാക്കിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിലെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം, പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിൽഗ്രിമിൻ്റെ ഗോൾഡ് മാസ്കിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ.
അപ്പോൾ അതിൽ ഞാൻ പൊട്ടും ചെറിയ അത്തറൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ സാധനമൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ദേ പൊട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യാത്ത സാധനമൊക്കെ കിട്ടി. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ മസ്കാര അതുപോലെ ഐബ്രോസ് ഒക്കെ ചെയ്യാനായിട്ട് ഞാനത് ഡേ ടു ഡേ എപ്പോഴോ വാങ്ങിയതായിരുന്നു. യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഓർണമെൻറ്റ്സ് ഐറ്റംസാണ്. വെച്ചാൽ നമ്മുടെ ഫാൻസി ഐറ്റംസ്, ജുംക്ക അതുപോലെ നെക്ക് പീസ് ഒക്കെയാണത്. ഈ ഒരു ജുംക്ക ഇതെൻ്റെ വെഡ്ഡിങ് ഈവിൻ്റെ ജുംക്കയാണ് കേട്ടോ. ഇത് ഞാൻ കോഴഞ്ചേരിയിലുള്ള ഉർവശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. എനിക്കൊന്നും അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു, എറണാകുളത്തുമൊക്കെ ഉണ്ട്. അപ്പോൾ കോഴഞ്ചേരിയിലെ ബ്രാഞ്ചിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചു ജുംക്ക എവിടെ നിന്നാണ്. ഞാൻ വെഡ്ഡിങ് ഈവിൻ്റെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. നല്ല രസമാണ്, നല്ല നമ്മൾ ട്രഡീഷണലായിട്ടൊക്കെ ഒരുങ്ങുമ്പം നല്ല വലിയ ജുംക്കയാണ് കേട്ടോ. ഇതും വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു. പക്ഷേ ഇതല്ല ഞാൻ ഇട്ടത്, മുമ്പ് കാണിച്ച ജുംക്കയാണ് ഇട്ടത്. പിന്നെ വേറൊരു ജുംക്കയും, ഇതും നല്ല രസമാണ്. മുകളിൽ ഒരു പീക്കോക്ക് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തോ 1000 എബോ എന്തോ ആയിരുന്നു റേറ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ഒരു നെക്ക് പീസാണ് കേട്ടോ. ഇതും ഞാൻ ഉർവശിയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. വെഡ്ഡിങ് ഈവിന് ഈ മാലയും ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ജുംക്കയില്ലേ, അതും കൂടിയായിരുന്നു ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും വിത്ത് ഇയറിങ്സ് ആണ് വരുന്നത്. പക്ഷേ എനിക്ക് ജുംക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ തന്നെയാണ് കേട്ടോ വെഡ്ഡിങ് ഈവിന് ഒരുങ്ങിയത്. അപ്പം ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത്. ഇത് പിന്നെ എനിക്ക് റിസപ്ഷൻ്റെ എന്താ പറയുക, റിസപ്ഷന് ഞാൻ ഒരുങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഇയറിംഗ് ആണ്. ഇതും ഞാൻ ഉർവശിയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ വെറുതെ അല്ലാതെ ഫങ്ഷനൊന്നും അല്ല, വെറുതെ സിമ്പിളായിട്ട് നമ്മൾ എവിടെയെങ്കിലും അമ്പലത്തിൽ പോകുമ്പോഴോ ഒക്കെ കുർത്തീസിൻ്റെ കൂടെ ആണെങ്കിലും സാരിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ വളരെ സിമ്പിളാണ്. നല്ലൊരു അതിനും ഒരു ഇയറിംഗ് ഉണ്ട്, പക്ഷെ അത് നാട്ടിലാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസൈനാണ്. കുറേ നാളായി എൻ്റെ കയ്യിൽ വന്നിട്ട്, പക്ഷേ സ്റ്റിൽ ഇപ്പോഴും കുഴപ്പമില്ല. അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ 350 അത്ര എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ കാണിച്ച ആ ഒരു ഇയറിംഗ് ആണ് കേട്ടോ, മറ്റേ നെക്ക് പീസിൻ്റെ ഇയറിംഗ്. അപ്പോൾ ഇത്രയും കുറച്ച് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അടുത്തത് എൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ അന്ന് വെഡ്ഡിങ് ഡേയിൽ ഇട്ട ജുംക്കയാണ് കേട്ടോ. ഇത് ഇടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ എന്തോ എനിക്ക് എൻ്റെ കയ്യിൽ വെക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ്. ഇതും ജുംക്ക എന്താ പറയുക, ഇയർ ചെയിൻ ഇല്ലേ, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ ആ ഒരു ടൈമിൽ കുറേ ജുംക്ക വാങ്ങിയിട്ടൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറേ നോക്കി ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് കിട്ടിയതാണ്. ഈ നെറ്റിച്ചുട്ടി ഉർവശിയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അതിന് 1000 എന്തോ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും നല്ലതായിട്ട് നമ്മൾ പിന്നെ അധികം ഉപയോഗിക്കുന്നില്ലല്ലോ, അന്നത്തെ ഒരു ദിവസമെല്ലാം ഉപയോഗിച്ചുള്ളൂ. പക്ഷെ നന്നായിട്ടിരിക്കുന്നു. പിന്നെ ഇതൊരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ബർത്തുബായിലുള്ള സിറ്റി സെൻറ്ററിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പെർഫ്യൂമാണിത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ് അതിൻ്റെ ആ ഒരു അടപ്പ് കാണാനായിട്ട്, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതല്ല, അവർ ട്രയൽ തരുമല്ലോ പെർഫ്യൂമിൻ്റെ. അപ്പോൾ അങ്ങനെ എനിക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ വീട്ടിൽ വന്നപ്പോഴാണ് ഞാനിത് അവർ പാക്ക് ചെയ്തല്ലേ തരുന്നത്. ട്രയലിന് ഇങ്ങനെയൊന്നും കണ്ടില്ല, അവരുടെ കയ്യിൽ ചെറിയ ട്രയൽസാണല്ലോ ഉള്ളത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടും തോന്നി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയൊരു പെർഫ്യൂമാണിത്. ഇതും നല്ലൊരു പെർഫ്യൂമാണ് കേട്ടോ, നല്ല ഫ്രാഗ്രൻസാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പം കറണ്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ച പെർഫ്യൂമാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് എൻ്റെ അത്യാവശ്യം വേണ്ട ബോഡി ലോഷന്, മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, അങ്ങനെ കുറേ ഐറ്റംസ് അതിനകത്താണ്. അപ്പോൾ അതെല്ലാം ഓൾറെഡി ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കും, അതിനകത്ത് തന്നെ വെച്ചിരിക്കും. പിന്നെ ഇത് മോയ്സ്ചറൈസർ ഞാൻ 2 എണ്ണമായിട്ട് കോംബോ ആയിട്ടാണ് കേട്ടോ വാങ്ങിയത്. ഇത് പിന്നെ ഹെയർ ബാൻഡാണ്. ഇതെന്തോ 8 ദിർഹത്തിന് എന്തോ ആണ്, അത്രയും അത് നിറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തെടുത്ത് അത്രയായി. പിന്നെ ഇത് എൻ്റെ കുങ്കുമച്ചെപ്പാണ് കേട്ടോ. അത് ഞാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്.
ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ച് അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ കുറേ ചെപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്താണ് കേട്ടോ ഗണപതി അമ്പലം. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ കുങ്കുമച്ചെപ്പൊക്കെ കണ്ടിട്ട് അങ്ങനെ ആകെ എനിക്ക് വാങ്ങി തന്നെയാണ്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, തുടച്ച് ഫുള്ള് ക്ലീനാക്കി കുറേ എന്തിൻ്റെയൊക്കെ സാധനം പുതിയ സാധനമൊക്കെ പൊട്ടിച്ച് വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്ലൂവിൻ്റെ ഒരു ഇതുണ്ട് അവിടെ. പിന്നില്ലേ, നമ്മൾ എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ സെപ്പറേറ്റ് ഒരു ഓർഗനൈസർ, ഒരു ബോക്സോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലായിരിക്കും ആ കറക്റ്റിന് ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. ഞാനത് ഐക്യന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും എപ്പോഴും ക്ലീൻ ആയിരിക്കും, ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. അല്ലാതെ പുറത്ത് വെക്കുന്ന സാധനം പെട്ടെന്നത് ഷഫിളാവും. കാരണം നമ്മളെപ്പോഴും എങ്ങോട്ടേലൊക്കെ പോകുമ്പം അത് ബുദ്ധിമുട്ടായിരിക്കില്ല. നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് ചെന്നെടുക്കുമ്പോൾ പെട്ടെന്ന് അത് മെസ്സാവും. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിയാറായി. ഇത്രയൊക്കെയുള്ളൂ. പിന്നെ ഈ ഒരു ക്യാരി ബാഗ് ഉണ്ടല്ലോ, പിൽഗ്രിമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞത്, അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പം ഞാൻ അതിനകത്താണ് കേട്ടോ സാധനം കൊണ്ടുപോകുന്നത്. നമുക്ക് എളുപ്പമാണ്, എല്ലാം ഇരുന്നോളുമല്ലോ. അങ്ങനെ ഫുള്ള് എന്തായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ ലുലുവിലേക്കാണ് പോകുന്നത്. നമുക്കൊരു 5 മിനിറ്റ്സിനകത്തുള്ള ഡ്രൈവേ ഉള്ളൂ. നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് ലുലുവിലേക്ക് പോവാണ്. അപ്പോൾ നെസ്റ്റോയും അതുപോലെ നമുക്ക് അടുത്ത് തന്നെയാണ്. പിന്നെ സിറ്റി സെൻറ്റർ മാത്രം കുറച്ച് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇത് 5 മിനിറ്റ്സിനുള്ളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് നേരെ ലുലുവിൽ പോയി. ഇന്ന് നമ്മൾ പോയ ദിവസം അധികം ക്രൗഡഡ് അല്ലായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ആദ്യം വന്നത് എന്താ പറയുക, നമ്മുടെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ വന്നത്. എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനം വേണമായിരുന്നു. ഇത് ഞാൻ എടുത്തു കേട്ടോ. അത് സിലിക്കോണിൻ്റെ ആണിത്. പിന്നെ ഈ ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. നമുക്ക് ഒരു 2 മന്ത്സ് കഴിയുമ്പോൾ നമ്മുടെ ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഐറ്റം നമ്മുടെ ടേബിളിൽ വെക്കാനായിട്ട് ഷോ പീസ് പോലെ വെക്കും. ഇപ്പം ഒരുപാടിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തേതും ഈ കാസറോൾ ഉണ്ടല്ലോ, ഈ ഒരു പാത്രം ഒക്കെ എനിക്ക് നമുക്ക് വാങ്ങിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. ചില ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആ ജഗ്ഗിനും ചില നമ്മൾ ഷോ പീസായിട്ട് വെക്കാമെന്ന് പറഞ്ഞതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ചിലത് റേറ്റ് കുറഞ്ഞതും ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഫിഷ് നോക്കാനായിട്ടാണ് പോയത്. കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കിങ് ഫിഷാണ് കേട്ടോ വാങ്ങിയത്. ഒരു 1 kg ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഈ ഒരു ഐറ്റം കണ്ടു, കല്ലുമ്മക്കായ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇത് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി ട്രൈ ചെയ്യണം എന്നുണ്ട്. പിന്നെ കക്കയുണ്ട്. കക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കക്ക റോസ്റ്റൊക്കെ. പക്ഷേ പക്ഷേ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ കണവ ഉണ്ടായിരുന്നു. കണവ എപ്പോഴും നമ്മൾ നോർമലി ലുലുവിൽ പോയല്ല ഫിഷ് വാങ്ങാറ്. നമ്മളുടെ അടുത്ത് തന്നെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയിട്ടാണ് വാങ്ങാറ്. പിന്നെ ലുലുവിൽ പോകുമ്പം അവിടെ നിന്ന് വാങ്ങിയിട്ട് വരും. പിന്നെ സെപ്പറേറ്റ് പോയില്ല. അപ്പോൾ അവർ ഫിഷ് കട്ട് ചെയ്യാനായിട്ടും ക്ലീനിങ് കട്ടിങ് എല്ലാം ചെയ്ത് തരുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ആൾ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അതാണ് ആൾ ചിരിക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഫിഷൊക്കെ കട്ട് ചെയ്ത് വാങ്ങി. പിന്നെ നമ്മൾ അങ്ങനെ പാക്കറ്റ് ചപ്പാത്തി അങ്ങനെ വാങ്ങിക്കാറില്ല. ചിലപ്പോഴൊക്കെ വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ നിന്നൊരു പാലപ്പത്തിൻ്റെ ഒരു മിക്സ് വാങ്ങി. പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി എന്ന് തോന്നുന്നു, അതെടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഗ്രോസറി ഐറ്റംസും സ്നാക്സ്, പിന്നെ ഡിറ്റർജൻറ്റ്സ്, ലിക്വിഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കലാണ്.
പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി. പിന്നെ വെജീസ് അങ്ങനെ ഒരുപാട് വാങ്ങാറില്ല കേട്ടോ, കുറച്ച് വെജീസേ വാങ്ങാറുള്ളൂ. കാരണം ഇവിടെ ഇരുന്നാൽ പെട്ടെന്ന് ചീത്തയായി പോവില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെജീസ് മാത്രമേ വാങ്ങാറുള്ളൂ. പിന്നെ ഇത് അവിടുത്തെ ഫുഡിൻ്റെ ഒരു ഫുഡ് കോർട്ട് സംഭവമാണ് കേട്ടോ. ഫുഡ് എല്ലാം ഉള്ളത്. നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സുഖിയനൊക്കെ പോലെ. അപ്പോൾ കേട്ടോ ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ഇത് ലഞ്ച് ബോക്സാണ്. കുറച്ച് കറി, പപ്പടം സംഭവം എല്ലാം കൂടെ. അതിന് ആണ് 13.50 ദിർഹംസാണ്. അപ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് കാണിക്കായിരുന്നു, ഇത്രയും റേറ്റ് ഉണ്ട്, ഇതാണ് ഞാൻ കുക്ക് ചെയ്ത് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണിക്കായിരുന്നു. പിന്നെ നമ്മൾ ഈദിൻ്റെ ഒക്കെ ആയിട്ടാണോ എന്താണെന്നറിയില്ല, കുറേ ഡെക്കർ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. എനിക്ക് ഈ ഒരു ക്യാമലിൻ്റെ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ എന്താ പറയുക, കുറച്ച് ഷോപ്സൊക്കെ നോക്കി. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ മുമ്പിലത്തെ വട്ടം പോയപ്പോൾ അവിടെ ഒരു ഡോൾ കണ്ടിട്ട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷേ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഐറ്റവും കിട്ടിയില്ല. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ കുറേ സാധനമൊക്കെ നോക്കിയിട്ട് എന്താ പറയുക, ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, കാലിൽ കെട്ടിയിട്ട് കണ്ണ് കെട്ടിയിട്ട് ആൾ വടി വെച്ചിട്ട് അടിക്കുന്ന സംഭവം, ആ സാധനമായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ കിച്ചൺ ടവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഫോട്ടോ ഫ്രെയിംസ്, ഗ്ലാസ്സസ്, കുറേ എനിക്കൊന്ന് കൊറിയൻ ഐറ്റംസ് എല്ലാമായിട്ടുള്ളൊരു വേറൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അധികം റേറ്റൊന്നും ഇല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ